ഗൈസ് സെക്കൻഡ് ഡേ ആണ് ഇന്ന്. ഇനി നമ്മൾ കറങ്ങാനൊക്കെ പോകുന്ന ദിവസം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി നമ്മൾ റെഡി ആയിട്ട് പോകും. അപ്പോൾ ഗൈസ് നമ്മൾ എടുക്കണ വീഡിയോ ഒക്കെ നമ്മൾ അന്നല്ലെങ്കിൽ അതിൻ്റെ പിറ്റേന്നായിട്ട് ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പം നമ്മൾ പാർട്ട് 1ൻ്റെ കണ്ടിന്യൂഷൻ പാർട്ടുമാണ്. ഇത് രാവിലെ എഴുന്നേറ്റ് ഞാൻ മാത്രം റെഡിയായി. ഞാൻ ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം, ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്, അപ്പോൾ കാണിച്ചു തരാം. പിന്നെ ഞങ്ങളുടെ റെഡിയായിട്ട് ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ വന്നായിരുന്നു. അപ്പോൾ ഫുഡ് കഴിഞ്ഞു. ഞങ്ങളുടെ അവിടെ ഊഞ്ഞാലിൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ബാക്കിയുള്ളവർ റെഡി ആയിട്ട് നമ്മൾ തോട്ടാപ്പേട്ട കഴിഞ്ഞിട്ട് അങ്ങനെ എന്തൊക്കെയാണ് എവിടെയൊക്കെയോ പോകുന്നുണ്ടെന്നൊക്കെ പറയുന്നു. നമുക്ക് എന്തായാലും നോക്കാം. നമ്മളെ കൊണ്ടുവന്നിടത്ത് നമുക്ക് പോവാം. ഇപ്പോൾ തണുപ്പൊക്കെ ഏകദേശം ഒരു മൈൽഡായിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴത്തെ തണുപ്പ് ഇഷ്ടപ്പെട്ടു കേട്ടോ. രാത്രി ഭയങ്കര തണുപ്പായിരുന്നു. രാത്രി സഹിക്കാൻ പറ്റില്ല. 13 എങ്ങാണ്ടായിരുന്നു ടെമ്പറേച്ചർ. അപ്പം ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പം നല്ല സുഖമുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബാക്കി എല്ലാവരും റെഡി ആയിട്ട് നമുക്ക് വണ്ടിയിൽ പോകാം. നമ്മൾ ആ വണ്ടി കയറി നമുക്ക് ടോയ് ട്രെയിനിൽ പോകാൻ പറ്റുന്നില്ല. നമ്മൾ ഒരറിവ് പറയാം. നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ കൺഫേം ടിക്കറ്റിൽ ബുക്ക് ചെയ്തിരുന്നു, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ കിട്ടില്ല. ഞങ്ങൾക്കത് അറിയത്തില്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ട് കിട്ടിയില്ല. അപ്പം നമ്മളിനി വേറൊരു സ്ഥലത്തെ ടോയ് ട്രെയിനിലാണ് പോകാൻ പോണത്. അപ്പം നമ്മൾ ഫസ്റ്റ് ഇപ്പം ഇവിടെ വരുന്നു ഏതൊരു പീക്കിൽ പോകാൻ പോവാണ്. ഒരു വ്യൂ പോയിന്റ് ആണ്. നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. നമ്മളിപ്പോൾ ലൗഡേയിൽ പോകാൻ പോവാണ്. പീക്കിൽ അത് കഴിഞ്ഞിട്ടാണ് പോണേന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ലൗഡേയിൽ പോയിട്ട് കാണാം. അപ്പോൾ ഗായ്സ് ഇതാണ് ലൗഡേയിൽ. പക്ഷെ ഒരു വമ്പൻ ടെസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. ലൗഡേയിൽ ഒരു പഴയ ട്രെയിനാണ്. വമ്പൻ ടെസ്റ്റ് നമുക്ക് കാണാം. നമ്മൾ ലൗഡേയിലെത്തി. ലൗഡേയിൽ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, അത് ഭയങ്കര പഴയ ഒരു ഇതാണ്. ലൗഡേയിൽ എന്ന് വെച്ചാൽ ലവ് വരുന്നുണ്ട്. ഇതെന്താ നമ്മൾ അവിടെയാണ് ഇപ്പം നിൽക്കുന്നത്. ട്രെയിൻ 40-നാണ്, 11:40. ഇപ്പോൾ 11:05. 11 വരെ ആകുമ്പോൾ അവർ ട്രൈ ഉള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഗൈസ് നമുക്ക് ലൗഡേയിൽ ട്രെയിൻ കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ ഡോട്ടാബേട്ട പീക്കിലേക്ക് പോയി. ഇവിടെ ഡോട്ടാബേട്ട പീക്കിൻ്റെ ഉള്ളിലെ സ്ഥലമാണിത്. അവിടെ കുറേ ഇങ്ങനെ വിൽക്കുന്നുണ്ട്. കമ്മലുണ്ട്, മാലയുണ്ട്, തുണി വരെ ഉണ്ട് കേട്ടോ. അങ്ങനെ സ്വെറ്റേഴ്സൊക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡോട്ടാബേട്ട പീക്ക്. അപ്പോൾ ഞാൻ എന്താ ഇവിടെ എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഒരു ബബിൾ ഇടുന്ന സാധനം വാങ്ങി ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി. അപ്പോൾ അതിങ്ങനെ വിടാനായിട്ടുള്ള ട്രയലൊക്കെ ആയിരുന്നു. അനിയാങ്കിളുണ്ട് കേട്ടോ എൻ്റെ കൂടെ. അപ്പോൾ ഞങ്ങൾ എൻ്റെ കൂടെ ഇതൊക്കെ ഇട്ടിട്ട് വീഡിയോ എടുക്കാനായിരുന്നു പ്ലാൻ. അത് അത്യാവശ്യം വർക്കാവുന്നുണ്ട്. ഇപ്പോൾ കുറേ പേര് പറയുമായിരിക്കും അത് വാങ്ങാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ഞാൻ വല്ലപ്പോഴൊക്കെ ഒന്നൊക്കെ വാങ്ങാറുള്ളൂ കേട്ടോ. മറ്റേ ഓൾറെഡി എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നിങ്ങൾ കാണാം. അപ്പോൾ ഗായ്സ് ബബിൾസൊക്കെ വിടാൻ നല്ല രസമുണ്ടായിരുന്നു. ഈ ഒരു ബബിൾ നല്ല ഹൈറ്റ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കണമെന്നിട്ട് ഇങ്ങോട്ട് വന്നു കേട്ടോ. അതങ്ങ് പോയിട്ട് അവിടെ പോയിട്ട് പെട്ടെന്ന് അങ്ങ് അപ്രതീക്ഷിതമാകുന്ന പോലെ അങ്ങ് പൊട്ടി അങ്ങ് പോയി. നല്ല രസമായിരുന്നു കേട്ടോ കാണാൻ വേണ്ടി. പിന്നെ ഇതായിരുന്നു അവിടുത്തെ വ്യൂ. പൊന്നോ ഒരു രക്ഷയില്ല. നമുക്ക് ഒരിക്കലെങ്കിലും ഇവിടെ വരണം. അവിടെ കുറേ പാറക്കല്ലൊക്കെ ഉണ്ട്, കല്ലൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ പുറത്തോട്ട് വന്നപ്പോൾ അവിടെ പാട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ ഡാൻസൊക്കെ കളിച്ചു. വോളിടാത്തതെന്ന് വെച്ചാൽ കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ടാട്ടാ. ഈ കോപ്പിറൈറ്റ് ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് വോളിയൊക്കെ ഇട്ട് എടുക്കുമായിരുന്നു. എൻ്റെ മുമ്പ് ഒരു വ്ളോഗിൽ പറഞ്ഞു കോപ്പിറൈറ്റ് വേണ്ടായിരുന്നു എന്ന്. കുഴപ്പമില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം. വേണമെങ്കിൽ ഞാൻ പാടാം. അല്ല അത് വേണ്ട, ചിലപ്പോൾ അത് ബോറായി പോവും. പാട്ട് ഞാൻ പറഞ്ഞുതരാം. നാരെടുത്തവർ വേണം, എല്ലാവർക്കും മനസ്സിലായി കാണും. പിന്നെ എന്താ പറയുക, ഇതെന്താ പറഞ്ഞാൽ സാമേ ആ പാടില്ല, അതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാണിനി. അപ്പോൾ ഗൈസ് നമ്മൾ ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചു. ഇനി നമ്മൾ നേരെ വിടാൻ പോണേ എങ്ങോട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോട്ടാബേട്ട പീക്കിൽ പോയിട്ട് വന്നതുകൊണ്ട് തന്നെ നമുക്ക് സമയം കിട്ടിയില്ല. അതുകൊണ്ട് നമുക്ക് ട്രെയിനിൽ മിസ്സായിപ്പോയി. അതുകൊണ്ട് നമ്മൾ അവിടെ പോകണില്ല, കുഴപ്പമില്ല. നമ്മൾ ഇനി ഫുഡ് കഴിച്ചു. നമ്മൾ ഹൈദരാബാദ് ബിരിയാണി എന്നാണ് കഴിച്ചത്. പക്ഷേ ഞങ്ങൾ ആരും അത്രയ്ക്ക് സാറ്റിസ്ഫൈഡ് അല്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സർവീസും കൊള്ളില്ല, ബിരിയാണിയും കൊള്ളില്ല. ഞങ്ങൾ വെച്ചാൽ മട്ടൻ ബിരിയാണി കൊള്ളില്ലായിരുന്നു. അത് ഏകദേശം ഒരു മന്തിയുടെ റൈസ് മാതിരി ഇരുന്നിട്ടുണ്ടായിരുന്നേ. ഇനി നമ്മൾ പോകാൻ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിനി ലേക്കിലാണ് പോകാൻ പോകുന്നത്. ബോട്ടിങ് ആക്ടിവിറ്റീസ്, ഹോഴ്സ് റൈഡിങ് എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ എല്ലാത്തിനും അപ്പൂനെ കയറ്റാൻ പോവാം. അപ്പോൾ ഗൈസ് ലേക്കിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന 350യുടെ ഒരു ഫാമിലി 4 പേരുടെ 4 സീറ്റർ ബോട്ടും, പിന്നെ 350യുടെ എന്താ പറയുക
എന്താ പറയുക ഡബിൾ ബോട്ടും പിന്നെ വേറെ മറ്റൊരു എനിക്ക് ഓർമ്മയില്ല, അതിൻ്റെ ഒരു ഫാമിലി 4 സീറ്റർ ബോട്ടുമായിരുന്നു എടുത്തിട്ടുണ്ടായത്. ലേക്ക് ഓടിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അരമണിക്കൂറായിരുന്നു ടൈം. നല്ല രസമായിരുന്നു കേട്ടോ ലേക്കിൽ കൂടി ഇങ്ങനെ പോകാം. പിന്നെ നമ്മൾ ട്രെയിനിൽ പോയി. പിന്നെ ഇത് ടോയ് ട്രെയിനാണ്. ടോയ് ട്രെയിൻ ഇതായിരുന്നു ഞങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷെ ഞങ്ങൾ ലൗഡേയിലായിരുന്നു പോയത്. പക്ഷെ അത് കിട്ടിയില്ലല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒന്ന് കയറാൻ വേണ്ടിയിട്ടൊരു നാളെ കിട്ടിയില്ലെങ്കിലോ അപ്പോൾ ഒരാഗ്രഹത്തിന് നമ്മൾ ഇതിൽ കയറാമെന്ന് കരുതി. എന്തായാലും ഇത് നല്ല രസമുണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. ഗായസ് ഇതിന് അവർ വാങ്ങിയ ഒരാൾക്ക് 60 രൂപയായിരുന്നു കേട്ടോ. അതിന് വേസ്റ്റ് ഓഫ് മണിയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ കുറച്ച് പുല്ലും മണലും ഒക്കെ ഉള്ളൊരു കാട്ടൊന്നും ഇല്ല. ഇത് ജസ്റ്റ് അങ്ങോട്ട് പോയിട്ട് വളഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് ഇതേപോലെ ഇങ്ങ് വരും. നമ്മൾ ഈ ഫ്രണ്ട് ബോഗിലായിരുന്നു ഇരുന്നത്. അത്രയ്ക്ക് എനിക്ക് രസം തോന്നിയില്ല. ചിലപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും, പക്ഷേ എനിക്കതൊരു വർത്ത് ഓഫ് മണി ആയിട്ട് അങ്ങനെ തോന്നിയിട്ടില്ല. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ പുല്ലും ഒക്കെ നിങ്ങളും കാണും. പിന്നെ ഗൈസ് ഇത് നമ്മുടെ ട്രെയിൻ വരുന്ന സീനാണ്. നമ്മൾ ഈ ട്രെയിനിലാണ് പോയത് കേട്ടോ. അപ്പം മറ്റേ ട്രെയിന് എന്തോ പൊട്ടിക്കിടക്കാണ്. നമ്മൾ ഈ ട്രെയിനിലേക്ക് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ കാണുക, അതാണ് അതിൻ്റെ കറക്റ്റ്. കോടമഞ്ഞിനോ താഴ്വരയിലോ എനിക്കറിയാം ഇത് കുറച്ച് ബോറാണ്, ഇരിക്കട്ടെ. പിന്നെ ഗൈസ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20-ാം തീയതി എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. പിന്നെ ഞാൻ ഈ സ്പീഡ് മോഷൻ ഇട്ടതുകൊണ്ടാണ്, കുറച്ച് സ്പീഡ് ഇട്ടുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഈ ട്രെയിൻ ഇത്ര സ്പീഡിൽ പോണ പോലെ തന്നെ. സത്യം പറഞ്ഞാൽ ഭയങ്കര സ്ലോയിലാട്ടാ പോണേ. അതായത് നമ്മൾ ചിലവർക്ക് എൻജോയ് ചെയ്യാം, പിന്നെ ഒരു സുഖത്തിന് ഇങ്ങനെ ഇരുന്ന് പോകാമെന്നേ ഉള്ളൂ കേട്ടോ. പക്ഷേ കുറച്ച് പൈസ പോകും, അത് നിങ്ങൾ കാര്യമാക്കണ്ട. പിന്നെ അവിടെ കൂടെ ഇങ്ങനെ ഒരു ചെറിയ കേവൊക്കെ പണിഞ്ഞിട്ടുണ്ട്. അവിടെ ഒന്ന് നിർത്തി വരുന്നെങ്കിൽ കാടിൻ്റെ ഇടയ്ക്ക് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടോ. പിന്നെ നമുക്കിവിടെ ക്യാമ്പ് ഫയർ ഇല്ല. ക്യാമ്പ് ഫയർ ഉണ്ട്, പക്ഷേ അതിന് 1000 രൂപയാണ്. അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ 6 പേരേ ഉള്ളൂ. അപ്പോൾ നമ്മളിന്ന് പോകണ വഴിക്ക് അവിടെ ഇങ്ങനെ ഒരു ബോക്സിൽ കുറച്ച് കനലൊക്കെ ഇട്ട് നല്ല സുഖമുണ്ട് കേട്ടോ അത് പിടിക്കാൻ. അപ്പോൾ ഞങ്ങൾ ഫ്രീ ആയിരുന്നു കേട്ടോ. നമ്മൾ ചുമ്മാ കുറേ നേരം ഇങ്ങനെ അത് പിടിച്ചിട്ട് നിന്നിട്ട് നമ്മൾ പോയി. നല്ല രസമുണ്ടായിരുന്നു അവിടെ നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ. പിന്നെ നമ്മൾ ഇന്ന് 2 പരിപാടി നടന്നുള്ളൂ. അങ്ങനെ നമ്മുടെ ഗ്രീൻ കസ ഹോട്ടലിലേക്ക് കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗ്രീൻ കാസ എന്ന് പറഞ്ഞ ഹോട്ടലാട്ടോ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ ഫസ്റ്റ് വ്ളോഗിൽ ഡേ 1-ൻ്റെ. പിന്നെ ഇത് അപ്പുക്കുട്ടനാണ്. പിന്നെ കഴിച്ച് നമ്മൾ ഇങ്ങനെ കുറച്ച് നേരം പുറത്തൊക്കെ ഇറങ്ങി. ഞാൻ ഓക്കെ നമ്മൾ കുറച്ചൊന്ന് സ്പീഡിൽ കാണാം. നമ്മുടെ 3rd ഡേ കഴിഞ്ഞു, സെക്കൻഡ് ഡേ കഴിഞ്ഞു. നാളെ ഉച്ചയ്ക്ക് നമ്മൾ പോകും. ഇന്ന് നമുക്ക് ആകെ 2-3 പ്ലേസസ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. അത് നമുക്കിന്ന് സമയം അത്ര കിട്ടിയില്ല. പക്ഷെ നാളെ നമ്മൾ നേരത്തെ എഴുന്നേറ്റാണ് പോകാൻ പോണേ. നാളെ അങ്ങനെ പോകുന്നില്ല, കുറച്ച് സ്ഥലങ്ങളിലൂടെ എക്സ്പ്ലോർ ചെയ്തിട്ട് പോണ വഴി കയറി പോവും. നമ്മൾ ഉച്ചയ്ക്ക് പോവും, വൈകിട്ടൊക്കെ ആകുമ്പോൾ എത്തുമായിരിക്കും. എന്തായാലും നമ്മൾ ഇനി പോകുന്നത് കോയമ്പത്തൂർ വരെയാണ്. നമ്മളുണ്ടായിരുന്നത് കാസർഗോഡ് വഴിയാണ്. ലൗഡേയിൽ നമുക്ക് ട്രെയിൻ മിസ്സായ അതൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്യണം.